ഹലോ കുട്ടേട്ടാ, എന്തായി, കിട്ടിയോ? അമ്മളെ കിട്ടി മോളെ. ഫോട്ടോയും ഡീറ്റെയിൽസും മോക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ, ഞാൻ നോക്കട്ടെ. എന്താ പറയാം. ഇനി നമുക്ക് അവരെ വേഗം പിടിക്കാം മോളെ. അതെ, താങ്ക് യു കുട്ടേട്ടാ. ഇനി എന്താ വേണ്ടെന്ന് മോള് പറഞ്ഞാൽ മതി. ശരി, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ശരി മോളെ. കിരൺ, ദാ ഇവന്മാരാണ് വിഗ്രഹ മോഷ്ടാക്കൾ. എല്ലാ സ്റ്റേഷനിലേക്കും അലേർട്ട് കൊടുക്കണം. എത്രയും പെട്ടെന്ന് യുവമാരെ കണ്ടെത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ജോർജ് സാറിനെ വിളിച്ച് ഉടനെ തന്നെ പറയാം. ഹലോ, നിനക്ക് ആളുകളെ വേണമെന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ അവരെ കണ്ടില്ലേ? ഇല്ല, ഞാൻ അവരെ പോയി കണ്ടോളാം. എന്താ താമസം? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യണം. നീ പറയുന്നത് എന്തായാലും അത് ചെയ്യണമെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി, ഞാൻ ഇന്ന് തന്നെ അവരെ പോയി കണ്ടോളാം. അതെ, എന്റെ കൂടെ നിന്നാ നിന്റെ എല്ലാ ആവശ്യങ്ങളും നടക്കും. പക്ഷെ മറിച്ചായാൽ അറിയാലോ നിനക്കെന്നെ. അറിയാം. ഓക്കെ, എങ്കിൽ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ. ശരി, താങ്ക് യു. ഓക്കെ. ഈശ്വരാ, ഭഗവാനേ, ആഹാ, നീണ്ട പ്രാർത്ഥന ആണല്ലോ നടക്കുന്നത്. എന്താണ് കാര്യമായിട്ട് പറയുന്നേ? അല്ല, കുട്ടൻ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്താ സംഭവം? അതെ, നമ്മുടെ അഷിതക്ക് വിശേഷമുണ്ട്. അടുത്ത തലമുറയുടെ തുടക്കാവുക. ഞാനേ അഷിമോൾക്ക് വേണ്ടി കാരണവന്മാരോട് പ്രാർത്ഥിക്കായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അവരുടെ അനുഗ്രഹം കിട്ടിയാലല്ലേ ശരിയാവൂ. അതെ അതെ. ദേവട്ടാ, അപ്പൂപ്പനാവാൻ പോവാണ്, ചെലവ് ചെയ്യണം. ചെയ്യാലോ, എന്ത് വേണേലും ചെയ്യാം. കാര്യം അഷിതക്ക് നമ്മളോട് വലിയ സ്നേഹമൊന്നും ഇല്ലെങ്കിലും കുടുംബത്തിൽ ഒരു കുഞ്ഞു വരുന്നത് വലിയ സന്തോഷം തന്നെയാ. അതെ, അതറിഞ്ഞപ്പോ തൊട്ട് മനസ്സിൽ നല്ല സന്തോഷ. ഇനി ആ ദിവസം വരെ ഒരു കാത്തിരിപ്പാ. അതും ഒരു സുഖമുള്ള കാത്തിരിപ്പല്ലേ കുട്ട? അതെ അതെ ദേവട്ടാ. എന്റെ ദൈവമേ, അക്ഷിതയ്ക്ക് കുഞ്ഞു വരുന്നതിൽ ഇവരെല്ലാം വലിയ സന്തോഷത്തിലാണല്ലോ. അവളുടെ ഭർത്താവ് ലോക ഫ്രോഡും ക്രിമിനലും ആണെന്ന് ഞാൻ എങ്ങനെ ഇവരടുത്ത് പറയും?